ആർക്കും ഉപകരിക്കാതെ വലിച്ചെറിയുന്ന എത്രയെത്ര ഉൽപ്പന്നങ്ങൾ. എന്നാൽ അവയിൽ കരവിരുതിലൂടെ വിസ്മയം സൃഷ്ടിക്കാൻ എത്ര പേർക്ക് സാധിക്കും? ഒമാനിലെ ഒരു മലയാളി യുവാവിനെ കാണുക, അദ്ദേഹത്തിൻ്റെ കരവിരുതിൻ്റെ വിസ്മയം അനുഭവിച്ചറിയുക. ഉപയോഗം കഴിഞ്ഞ് വലിച്ചെറിയുന്ന പാഴ്വസ്തുക്കൾ ഭരണകൂടങ്ങൾക്ക് വരെ തലവേദന സൃഷ്ടിക്കുന്ന കാലമാണിത്. എന്നാൽ ചിന്തയും പ്രവൃത്തിയും ക്രിയാത്മകമാക്കിയാൽ പാഴ്വസ്തുക്കൾ എന്നത് വെറും പാഴ്വാക്കാണെന്ന് തെളിയിക്കുകയാണ് കോട്ടയം സ്വദേശിയായ ശശികുമാർ. മസ്കത്ത് ഗാലയിലെ സുബൈർ ഓട്ടോമോട്ടീവ് മെഗാ ബോഡി ഷോപ്പിലെ പെയിന്ററാണ് ഇദ്ദേഹം. തന്റെ സ്ഥാപനത്തിൽ വിവിധ ജോലികൾക്കായി ഉപയോഗിച്ച് വലിച്ചെറിയുന്ന വസ്തുക്കളെ കരവിരുതുകൊണ്ട് കൗതുക വസ്തുക്കളാക്കി മാറ്റുകയാണ് ശശികുമാർ. സുബൈർ ഫർണിച്ചർ കമ്പനിയിലെ തൊഴിലാളികളുടെ ഓണാഘോഷത്തോടനുബന്ധിച്ച് കഴിഞ്ഞ രാത്രി കമ്പനി വളപ്പിൽ ശശികുമാർ നിർമ്മിച്ച കൗതുക വസ്തുക്കളുടെ പ്രദർശനം അരങ്ങേറി. കലാസൗന്ദര്യം തുളുമ്പുന്ന ഇവയിൽ പലതിന്റെയും സൃഷ്ടി എന്തിൽ നിന്നാണെന്ന് അറിഞ്ഞാൽ പലരും മൂക്കത്ത് വിരൽ വെച്ചുപോകും. മനോഹരമായ ഈ പെയിന്റിംഗ് നോക്കൂ. നല്ലവണ്ണം സൂക്ഷിച്ചു നോക്കിയാലേ ഇത് പെയിന്റിംഗ് അല്ല, നമ്മൾ മൊബൈൽ ഫോൺ റീചാർജ് ചെയ്ത് വലിച്ചെറിയുന്ന കാർഡുകളാണെന്ന് തിരിച്ചറിയാനാകൂ. തന്റെ ഓരോ സൃഷ്ടിക്കും പിന്നിലെ പാഴ്വസ്തു എന്താണെന്ന് പ്രദർശനം കാണാനെത്തുന്നവർക്ക് ശശികുമാർ വിശദീകരിച്ച് നൽകും. പാലും മോരും എത്തുന്ന ചെറിയ കുപ്പിയിൽ നിന്ന് വാഴക്കുല, കുപ്പിയുടെ മൂടിയിൽ നിന്ന് പൂക്കൾ, ചരക്കുകൾ കെട്ടാൻ ഉപയോഗിക്കുന്ന റോപ്പിൽ നിന്ന് വാഴയിലയുടെ തണ്ട്, അങ്ങനെ ബോഡി ഷോപ്പിൽ ഉപയോഗിക്കുന്ന ഫോമും സ്പോഞ്ചും വരെ ശശികുമാറിന്റെ കൈകളിലൂടെ കടന്നുപോയാൽ ചാരുതയുള്ള സൃഷ്ടിയായി മാറും. ഈ കടുവയുടെയും മുതലയുടെയും കണ്ണിലേക്ക് നോക്കിയാൽ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ബോൾട്ട് കണ്ടെത്താം. ഈ പശുവിന്റെ അകിടിലേക്ക് നോക്കിയാൽ പശ നിറച്ചു വരുന്ന ട്യൂബിന്റെ അഗ്രം കാണാം. അങ്ങനെ ഇവിടെ നിരത്തിവെച്ച ഓരോ വസ്തുവിനും പറയാനുണ്ടാകും ഒരു പാഴ്വസ്തുവിന്റെ പഴങ്കഥ. പ്രദർശനത്തിലൂടെ തനിക്ക് സമൂഹത്തോട് പറയാനുള്ളതും അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. പാഴ്വസ്തു എന്നൊന്നില്ല. കുട്ടികൾക്ക് സൃഷ്ടിപരമായ പഠനവും പരിശീലനവും നൽകുക. ഒന്നുമില്ലായ്മയിൽ നിന്ന് വല്ലതും സൃഷ്ടിക്കുക. ഒന്നും വലിച്ചെറിയാതെ കരുതി വയ്ക്കുക. അങ്ങനെ പോകുന്നു സന്ദേശങ്ങൾ. ഉപയോഗം കഴിഞ്ഞ പലതും കുപ്പത്തൊട്ടിയിൽ എറിയാൻ കൊണ്ടുപോകും മുമ്പ് ഒരു നിമിഷം, നിങ്ങൾ വലിച്ചെറിയാൻ പോകുന്നത് മാലിന്യമാണോ മാണിക്യമാണോ, ഒരു വട്ടം കൂടി ചിന്തിക്കാം.